നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന തമാശകളും അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജാസ്മിൻ ജാഫർ മൂക്കട്ട പിഴിഞ്ഞൊഴിച്ച കാപ്പി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചീത്ത പറയാനും തെറി പറയാനും പുറത്തിറങ്ങിയിട്ടും എല്ലായിടത്തും ഇനി ജാസ്മിനെ തേച്ച് ഒട്ടിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ സീസണിലും അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിസേൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗിസേലിന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എവിടെയോ ഒന്ന് ചൊറിഞ്ഞു. നോക്കിയപ്പോൾ എൻ്റെ ചപ്പാത്തിയുടെ ഉരുള കയ്യിലിരിക്കുക, ചപ്പാത്തി ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത്, അല്ലെ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾക്ക് ആ സീനൊന്നൊരു 10 സെക്കൻഡ് ആവുന്ന കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് വരുള്ളൂ. കാണട്ടാ. കണ്ടില്ലേ? അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ പരത്തി ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഈ ചപ്പാത്തി ഉരുള വെച്ചിട്ട് പെട്ടെന്ന് ആ പാവത്തിന് കഷത്തൊന്ന് കടിച്ചോട് കൂടിയിട്ട് മൂപ്പര് ആ ചപ്പാത്തി ഉരുട്ടിയതും വെച്ചിട്ട് ചപ്പാത്തിനെ വെച്ചിട്ട് അങ്ങോട്ട് ഉരുട്ടി, കഷത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഉരുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് പിന്നെ ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് പരത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള വൃത്തികേടൊന്നും ചെയ്തില്ല. ആ ചപ്പാത്തി ഉരുള മൂപ്പര് മാറ്റി വെച്ചിട്ട് വേറെ ചപ്പാത്തി ഉരുട്ടി ഉണ്ടാക്കി. അപ്പോൾ ഈ ചപ്പാത്തി ഉരുള എന്തുകൊണ്ടാണ് മാറ്റി വെച്ചതെന്ന് എനിക്ക് ബലമായൊരു സംശയം. പക്ഷേ അതിനെപ്പറ്റി ആരും അധികം ചർച്ച ചെയ്തുമില്ല, മോഹൻലാലിൻ്റെ അടുത്തൊന്നും എത്തിയില്ല. എന്താണ് ഈ ചപ്പാത്തി ഉരുള മാറ്റി വെച്ചത്? അത് കഷത്തെടുത്ത് ഉരുട്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്തത്, എപ്പോഴും മണ്ണടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കക്ഷം എന്ന് പറഞ്ഞാൽ ഈ 2 കൈ എപ്പോഴും ഇങ്ങനെ കിടക്കല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ നടക്കും, അങ്ങനെ കൈ അനക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ആക്ടിവിറ്റികളൊക്കെ ഈ കൈകൾ നടത്തുമ്പോൾ ഇവിടെ വയർപ്പ് വന്ന് ചില ആൾക്കാരെ കക്ഷമൊക്കെ പൊന്തിച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ടാങ്കിൽ പോയിട്ട് തല പിന്നിവിടാം. അതിനേക്കാളും കഷ്ടമാണ്. അപ്പോൾ എന്താണ്, ആരായാലും സ്പ്രേ അടിക്കുമ്പോൾ എന്തുണ്ടാവും, ആദ്യം സ്പ്രേ എടുത്തിട്ട് ഇവിടെ അടിക്കും, പിന്നെ ഇവിടെ അടിക്കും, ഇതൊക്കെ സ്പ്രേ അടിക്കുന്നത്. കാരണം എന്താണ്, അവിടെ ഏറ്റവും പൊട്ട മണമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അടിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കക്ഷത്ത് കൊണ്ടുവന്ന് ഈ ചപ്പാത്തി ഉരുട്ടിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി ആ ചപ്പാത്തിയുടെ ഉരുള മാറ്റി വെച്ചു. ഇനി അത് ആ ചപ്പാത്തി വീണ്ടും ഉണ്ടാക്കിയിട്ട് ഗിസേൽ എന്നെ കഴിക്കാനാണോ, മറ്റാർക്കും കൊടുക്കാനൊന്നുമല്ല, ഇനി വല്ല കൂടോത്രമാണോ അതും അറിയില്ല. അപ്പോൾ ഇനി ലാസ്റ്റ് മൂപ്പരത് ഉണ്ടാക്കിയിട്ട് ആ ചപ്പാത്തി ഉണ്ടാക്കി ചിലപ്പോൾ മൂപ്പർ തന്നെ കഴിക്കാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ വേർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ നല്ലതാവും. നമ്മൾ ചിലപ്പോൾ മൂത്രം കുടിച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നമ്മുടെ സ്വയം മൂത്രം കുടിക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണോ ഗിസേല, എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ്റെ കാര്യം ആലോചിച്ചെന്നാണ്. ജാസ്മിൻ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ഗിസേല ആ സീനിൽ തന്നെ നെവിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നെവിൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കലക്കിയിട്ട് അതിലെന്തോ കുടിക്കുന്നുണ്ട്. ആ സ്പൂണിട്ട് കുടിച്ചിട്ട് ആ ചായയിൽ തന്നെ ഇട്ടു. എന്നിട്ട് ആ കുടിച്ച ആ സ്പൂൺ എടുത്തിട്ട് നെവിന് കൊടുത്തു. നെവിൻ്റെ ഇതിലാണ്ട് കലക്കിയിട്ട് നെവിനിരുന്ന് കുടിക്കുന്നുണ്ട്. 2 പേർക്കും ഒരു വൃത്തിയില്ല. ആ നിലയ്ക്ക് അവിടെ 2 പേരും കാണിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ചപ്പാത്തി ഉരുട്ടിയത്. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉരുട്ടൽ വളരെ ഗംഭീരമായി എന്ന് പറയാനാണ് നമ്മൾ ഈ എപ്പിസോഡ് പറഞ്ഞത്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.